നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. മുടികൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്നും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഈ സൊല്യൂഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള, വെളിച്ചെണ്ണ, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്, കഞ്ഞിവെള്ളം. ഇത്രയും മതി നമുക്ക് ഈ സൊല്യൂഷൻ തയ്യാറാക്കാൻ. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് മാത്രമേ മേടിക്കേണ്ടതായിട്ടുള്ളൂ. 2 സവാള വൃത്തിയായി കഴുകി ചെറുതായി അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത സവാള ഒരു ബ്ലെൻഡറിലിട്ട് 1/2 ഗ്ലാസ് കഞ്ഞിവെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. പഴങ്കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത്. ഞാൻ എടുത്തിരിക്കുന്നത് പഴങ്കഞ്ഞിവെള്ളമാണ്. ഈ പൾപ്പ് നമുക്കൊരു അരിപ്പയിൽ അരിച്ച് ജ്യൂസ് എടുക്കാം. നന്നായി പ്രസ് ചെയ്ത് മുഴുവൻ ജ്യൂസ് എടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്താലേ നമുക്ക് ഗുണം കിട്ടുള്ളൂ. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത വെളിച്ചെണ്ണയാണ്. ആട്ടിയ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്കൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കൂടി ചേർക്കാം. സവാളയുടെ സ്മെല്ല് പ്രശ്നമുള്ളവർക്ക് 3-4 ഡ്രോപ്പ് നാരങ്ങനീര് കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് ഇതൊരു ബോട്ടിലിലേക്ക് മാറ്റാം. സ്പ്രേ ബോട്ടിലാണ് ഏറ്റവും നല്ലത്. ഒത്തിരി മുടികൊഴിച്ചിലുള്ളവർ ആഴ്ചയിൽ 3-4 തവണ ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്ലൈ ചെയ്താൽ കുറഞ്ഞത് 1/2 മണിക്കൂർ കഴിഞ്ഞ് മുടി കഴുകാൻ പാടുള്ളൂ. 1-2 മണിക്കൂർ വെച്ചാൽ നല്ലത്. കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രഷ് ആയിട്ട് തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ്. തലേദിവസം കുളിക്കുമ്പോൾ തന്നെ സ്കാൽപ്പ് നല്ലപോലെ കഴുകി ഓയിലും അഴുക്കും എല്ലാം കളയണം. അഴുക്കില്ലാത്ത സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഗുണം കിട്ടുള്ളൂ. ഒന്നോ 2 മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെക്കുന്നത് നല്ലതാണ്. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വെക്കാം. നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് സ്കാൽപ്പ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.